ഞാൻ കരഞ്ഞപ്പോ നീ എന്തിനാ കരഞ്ഞേ? വല്ലാത്ത കഷ്ടമാണല്ലോ ഇത്. ആർക്കറിയാം? നീ ഒച്ച വെച്ചത് കൊണ്ട് അവള് ഒച്ച വെച്ചത്. ഓ, വല്ലാത്ത കഷ്ടം നിങ്ങളുടെ കാര്യം. ഓഫീസിൽ പോകാനാണെങ്കിൽ സമയമായി. എന്റെ തലയാണെങ്കിൽ പൊക്കാനും പറ്റുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ഇന്നലെ ഞങ്ങളെല്ലാം പേടിപ്പിച്ചിട്ട് മതിയായില്ല നിനക്ക്? എന്ത് സാധനമാണ് നീ ഇന്നലെ കുടിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇന്നലെ എന്തൊക്കെയാ സംഭവിച്ചെന്ന് നീ ഒന്ന് ഓർത്തു നോക്കിയേ. അയ്യോ, ഞാൻ കുടിച്ചോന്നോ? സത്യമാണോ? എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ലല്ലോ ചേച്ചി. ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും. നിന്നെ ഓർത്ത് തലേണ കെട്ടിപ്പിടിക്കും. അതിന്റെ പേരാണ് പ്രണയം. എനിക്ക് നിന്നോടുള്ള പ്രണയം അത് തന്നെയാണ്. വാ നമുക്ക് ടാറ്റ പോവാം. വാ ടാറ്റ പോവാം. എനിക്ക് നിന്നോട് തോന്നുന്നത് അത് തന്നെയാ, പ്രണയം. പ്രണയം. വാ ടാറ്റ പോവാ. ഉണ്ടാക്കാതൊന്നും മിണ്ടാതിരിക്ക്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തിട്ടില്ല. അയ്യോ, എങ്ങനെയാണോ ഇതൊക്കെ സംഭവിച്ചേ? ഇത് മാത്രമൊന്നുമല്ല, വേറെയും കുറെ കാര്യങ്ങൾ സംഭവിച്ചു. നീ ഉറങ്ങാണെന്ന് പറഞ്ഞ് വേദാന്ത് ചേട്ടനെ നിന്നെ ഇവിടെ ആക്കിയിട്ട് പോയത്. ഇരിക്കിരിക്ക, ഇരുന്ന് നല്ലോണം ആലോചിക്കേ കേട്ടോ. ദൈവമേ, തലയിൽ ആരോ കല്ലെടുത്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വേദാന്ത്. രാത്രി ലേറ്റ് ആയിട്ടാണോ വന്നത്? ആ അമ്മേ. സോ ഹൗ വാസ് ദ ഡിന്നർ? ടോട്ടൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് മുത്തശ്ശി. എന്തിനാ ഇപ്പൊ ചിരിക്കുന്നത്? ടേബിൾ മാനേഴ്സ് ഒക്കെ എല്ലാവരും മറന്നുപോയോ? അയ്യോ, എന്തിനാ ഇതിലെല്ലാരും ഉൾപ്പെടുത്തുന്നേ? ഞാനിവിടെ സൈലന്റ് ആയിട്ടിരിക്കുമല്ലേ? ഞാനും സൈലന്റ് ആയിട്ടല്ലേ ഇരിക്കുന്നേ. ഞാനും സൈലന്റ് ആയിരുന്നില്ലേ? സൗണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അമ്മേ, ഈ ഇടയായിട്ട് അമ്മയും കുട്ടികളെ പോലെ പെരുമാറുന്നത്. നിനക്ക് 70 വയസ്സാവട്ടെ, അപ്പൊ നിനക്കും മനസ്സിലായിക്കോളും. മദറിന്റെ ഔട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേ. എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ? അർജന്റ് ഉള്ള സമയത്ത് ഇറങ്ങി അങ്ങ് പോവാണോ? ഫുഡ് എടുത്തിട്ട് പോയിക്കൂടെ? ആദ്യം ഞാനിന്ന് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അർജന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? നോർമൽ ആഹാരമായിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നേനെ. എന്നാ ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കിയേ. ചേട്ടനെ കൂടി കൊടുത്തേക്കണേ. അമൂലിക്കും ഈ പായസം എന്ന് വെച്ച ജീവനാ. സത്യാണോ? ചേട്ടന് ഒരുപാട് ഇഷ്ടാ. നിന്നോട് സംസാരിച്ചോണ്ടിരുന്നാലേ സമയം പോകുന്നതേ അറിയില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. 5 മിനിറ്റ് ലേറ്റ് ആയിന്ന് കരുതി പ്രളയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പറഞ്ഞേക്കും. ചേട്ടനോട് ഞാൻ തന്നെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. ഓ, നീയാണല്ലോ ഇവിടുത്തെ കോടതി. നീ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിന്റെ ചേട്ടൻ അവിടെ കാത്തിരിക്കുക. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം ഇപ്പോഴുള്ള സമാധാനം പോലും കിട്ടാതാവാൻ. ഡോണ്ട് വെറി, പാൽപ്പായസത്തിനെ പറ്റി പറയുമ്പോ തന്നെ ചേട്ടൻ തണുത്തോളൂ. ഇങ്ങനെ നിന്ന് സംസാരിച്ചാലേ പായസം തണുത്തു പോവും. ആദ്യ, അമ്മുവിനും വേദാന്തിനും ഇടയില് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അങ്ങനെ ഒന്നും തോന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ വേദാന്തിന് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതുപോലെ കാണുന്നത്. നീ പറയുന്നത് പോലെയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അവർക്കിടയിൽ ഫീലിങ്സ് ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് അമൂലിയുടെ ഇല്ലെന്നാണ്. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. അമൂലിയുടെ കൂടെ നടന്ന് നിനക്കും വട്ടായെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു വട്ടുമില്ല. ചേട്ടൻ അമൂല്യോടും അമൂല്യക്ക് ചേട്ടനോടും ഉറപ്പായിട്ടും പ്രേമമുണ്ട്. നീ വീണ്ടും കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കാണോ? ഇനിയിപ്പോ അങ്ങനെ ഫീലിങ്സ് ഉണ്ടെങ്കിലും പിന്നെ ഇതിനെ സാഹിത്യ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറയുന്നത്? നീ ഒരാവശ്യമില്ലാതെ ചുമ്മാ ഓരോന്ന് ആലോചിച്ചു കൂട്ടുക. എനിക്ക് ജെയിംസ് ബോണ്ട് സതീശിനെ സംശയം തോന്നുന്നു. അവൻ ആള് ശരിയല്ലെന്നാ തോന്നുന്നു. സുമേഷേട്ടാ, ഈ ഡിക്റ്റേറ്റീവ് പാനിപ്പൂരി രഞ്ജിത്ത് വെറുതെ ആരും വിശ്വസിക്കില്ല. അങ്ങനെയുള്ള ഞാൻ ജഗദീഷിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? അതൊക്കെ പോട്ടെ, എനിക്ക് വേറൊരു സംശയം. ഇത്രയും നേരമായിട്ട് ആ പ്രേതത്തിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. അയ്യോ, ഞാൻ കേട്ടു, ഞാനേ കേട്ടുള്ളൂ. പ്രേതത്തിന്റെ ശബ്ദം കേട്ടോ? അതോ ഞാൻ ആ ശബ്ദമായിട്ട് സെറ്റ് ആയതായിരിക്കും? അത് ഇന്നലെ ഡിന്നറിന് പോകാൻ പറ്റിയില്ല അമ്മേ.
ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു. സോ ഡിന്നർ ക്യാൻസൽ ചെയ്ത് ഞാൻ അങ്ങോട്ട് പോയി. വാട്ട്? ഡിന്നറിന് പോയില്ലെന്നോ? ആക്ച്വലി അതമ്മേ അത്ര ഇമ്പോർട്ടന്റ് കാര്യമായിരുന്നു. വേദാന്ത്, നീ ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്തത്. എന്നിട്ട് അത് മിസ് ചെയ്തല്ലോ. അവൻ അവന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് തന്നെയാണ് പുറത്തൊക്കെ കറങ്ങാനായിട്ട് പോയത്. അമ്മേ, എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞു. അയ്യോ, അതെന്റെ ഇഷ്ടമാണ്. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് നീയാണോ എനിക്ക് പറഞ്ഞു തരുന്നത്? അല്ലേടാ വിക്കി? അല്ലാതെ പിന്നെ മദർ ഇന്ത്യയുടെ മദർ അല്ലേ മുത്തശ്ശി? ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇവളുടെ വായടയ്ക്കാൻ മുത്തശ്ശി തന്നെയാ പറ്റിയ ആള്. അല്ല വേദാന്ത്, നിനക്ക് അത്രയ്ക്ക് അർജന്റ് വർക്ക് ആ സമയത്ത് എന്തായിരുന്നു? അമ്മേ, ഞാനത് പിന്നീട് പറയാം. ഇപ്പൊ ഓഫീസിൽ കുറച്ച് അർജൻസി ഉണ്ട്. ആഹാരം കഴിച്ചിട്ട് പോകൂടെ? വേണ്ട മേ, വിശപ്പില്ല. എന്നെ ക്ലയൻസ് കാത്തിരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ നേരെ പോക്കൂടായിരുന്നു. അത് അമ്മ, എനിക്ക് ലേറ്റ് ആവുന്നു. ഒരുപക്ഷെ ചേട്ടന് ആ ഫീലിങ്സ് മനസ്സിലാവാതെ പോയതാണെങ്കിലോ? വിക്കി ചേട്ടനോട് ഞാൻ ഇത് തന്നെ പറഞ്ഞത്. വേദാന്ത ചേട്ടന് അമ്മൂന്റെ അടുത്ത് സ്നേഹമുണ്ട്, കെയറിംഗ് ഉണ്ട്. അവള് നല്ല കുട്ടിയാണ്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്നുള്ള കെയറിംഗും ഉണ്ട്. അത് നോർമലാണെന്ന് ചേട്ടൻ വിചാരിക്കുന്നേ. എന്നാ അതിലൊരു പ്രണയമുണ്ട്. ആ പ്രണയം ഉള്ളത് കൊണ്ടാണ് ഇത്രത്തോളം കെയർ ചെയ്യുന്നത് ചേട്ടന് മനസ്സിലാവുന്നില്ല. ചെലപ്പോ ഇതായിരിക്കും കാരണം. നീ ആള് കൊള്ളാലോ. എന്റെ കൂടെ കൂടിയതിന് ശേഷം നീയും ബ്രില്യന്റ് ആയിട്ടുണ്ട്. ഈ ആംഗിളിലൂടെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നീ പറഞ്ഞതിന് കാര്യമുണ്ടോ ആദ്യ? എന്റെ അമ്മോ, ഇപ്പോഴെങ്ങനെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്കും വിക്കി ചേട്ടനാണ് കൂടുതൽ ജോലിയുള്ളത്. മഴ പെയ്ത് കഴിഞ്ഞാ തവള കരയൊന്ന് കേട്ടിട്ടുണ്ട്. അതാ ഇപ്പൊ നമ്മുടെ അവസ്ഥ. തവളയാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് കേക്ക്. ഇപ്പൊ നിങ്ങളും വിക്കി ചേട്ടനും ചേർന്ന് വേദാന്ത് ചേട്ടന് അമ്മൂനോട് എങ്ങനത്തെ ഫീലിങ്സ് ആണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കും. അല്ല, കൂടെ നിൽക്കണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊന്ന് മാറരുതെന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവും? ആദ്യം പറഞ്ഞത് കേക്ക്. പോകാൻ സമയായി, വേഗം പൊക്കോ. ഓക്കെ, ബൈ. ശരി, അത് വിട്, ഞാൻ പോട്ടെ. ഇതിപ്പോ എന്തിനാ? എന്റെ ഫീലിങ്സ് വാക്കുകളിലൂടെ പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ സ്നേഹമുള്ള ഭാര്യ, സ്നേഹമുള്ള നാത്തൂൻ, സ്നേഹമുള്ള ഫാമിലി, അതിനേക്കാൾ ഉപരി നിന്നെ പോലെ സൗന്ദര്യമുള്ള ഒരു ഭാര്യയും. അമ്മു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൾക്ക് വേണ്ടി എന്ത് പ്ലേ ചെയ്യാനും ഞാൻ റെഡിയാ. എന്ത് തന്നെയാലും നീ എന്റെ ഭാര്യയല്ലേ. ബൈ, ടേക്ക് കെയർ. എല്ലാ കാര്യം കേട്ടിട്ട് ഒരു ഉമ്മയിൽ ഒതുക്കിട്ട് പോയി. ദൈവമേ, നിന്റെ അടുത്തുനിന്ന് കിട്ടിയ ചരട് എന്റെ കയ്യിലില്ലായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും എന്നെ കൈവിടല്ലേ ദൈവമേ. ഒരു കാരണവശാലും ഇന്നെ ബോസ് കാണല്ലേ ദൈവമേ. അറിയാതെ എങ്ങാനും ബോസ് എന്റെ മുന്നിലേക്ക് വന്ന നാണം കെട്ട്, ആ നാണക്കേട് കാരണം ഞാൻ ചത്തുപോകും. അത്ര തന്നെ. സമാധാനായി. ബോസ് ഇതുവരെ എത്തിയിട്ടില്ലെന്നാ തോന്നുന്നേ. ലാപ്ടോപ്പ് എടുത്തോണ്ട് കഫറ്റീരിയയിൽ പോയിരുന്ന് വർക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. ദൈവമേ, നീയും എന്നോട് ദേഷ്യത്തിലാണോ? ഇപ്പൊ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ എന്നെ കൈവിട്ടല്ലോ. നീ ലീവാന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും നീ വന്നല്ലോ. ഐ ലൈക്ക് യുവർ കമ്മിറ്റ്മെന്റ്.
എക്സ്ക്യൂസ് മീ, അമൂല്യ. അമൂല്യ, സാഹിത്യ ഓഫീസിലേക്ക് വന്നിട്ടില്ല. അവൾക്കൊരു പ്രസന്റേഷൻ ചെയ്യാനുണ്ട് HR-ന്. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇയാൾ പറഞ്ഞു തരും. ഒന്ന് നോക്ക്. അവളെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചോ. മേഡം, കാലമൊക്കെ അങ്ങ് മാറി. ഇല വന്ന് മുള്ളേ വീണ പണ്ടൊക്കെ ഇലക്കായിരുന്നു കേട്. എന്നാ വന്ന് ഈ കാലത്ത് മുള്ളിനായി കേട്. അത് സത്യം. പക്ഷെ അതെനിക്ക് ലേറ്റ് ആയിട്ടാ മനസ്സിലായി. മേഡത്തിന്റെ റിയാക്ഷൻ കണ്ടിട്ട് ആ മുള്ളൊടിഞ്ഞോണ്ട് മേഡത്തിന് നല്ല വിഷമമുള്ളത് അത് പിന്നെ ഇതിനേക്കാളും നല്ല റിയാക്ഷൻ ആദ്യം തന്നെയായിരുന്നു. പെൺകുട്ടികൾ ദേഷ്യപ്പെടുമ്പോ ആൺകുട്ടികൾ മുൻപിൽ നിൽക്കാൻ പാടില്ലാന്ന് നമ്മുടെ ജൂനിയർ ബോസ് വിക്കി എപ്പോഴും പറയുമായിരുന്നു. എന്നാ ഞാൻ വരട്ടെ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ശാരിക മാം ആണോ? അതെ, ഞാനാ. സോറി മാം, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നിങ്ങളെന്റെ ബോസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചേ. നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങൾ എടുത്തില്ല, ഈ ഡെസ്കിലെങ്കിലും കിട്ടിയല്ലോ. സ്നേഹം എന്നത് വിട്ടുകൊടുക്കുന്നതല്ല, കിട്ടില്ല എന്ന് കരുതി ദൂരെ കളയേണ്ടതും അല്ല. പകരം ഉറച്ചു തന്നെ നിന്ന് പ്രതീക്ഷയോടെ ഓരോ നിമിഷവും പോരാടി നേടേണ്ടതാണ്. നോ ഇഷ്യൂ സാഹിത്യ. ഇന്നിവിടെ ഫയർ ഡ്രില്ലാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുക. ആക്ച്വലി നിങ്ങളിന്ന് വരണ്ട. ഓ ആണോ മാം? ഇപ്പഴാ എനിക്ക് സമാധാനമായത്. സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഞാൻ പണ്ടേ അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണം. റൊട്ടി അറിയാതെ കയ്യിൽ നിന്ന് താഴെ പോകുമ്പോ അത് കറക്റ്റ് സമയത്ത് താഴെ വീഴാതെ പിടിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ, റൊട്ടി വീഴുന്ന സമയത്ത് പാത്രം താഴെ പിടിക്കണം എന്നുള്ള കാര്യവും എനിക്ക് നന്നായിട്ട് അറിയാം. മഞ്ജുട്ടാ, മോളുടെ കല്യാണം എടുത്തു വരില്ലേ? ലോണിനെ പറ്റി വല്ലതും അന്വേഷിച്ചോ? അവസാനം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. അതെ രമണ, എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പഴയ ലോൺ അടച്ചു തീർത്തു. നമ്മുടെ യൂണിയനിലൊന്നും സംസാരിച്ചിട്ടുണ്ട്, നോക്കാം എന്താവുമെന്ന്. എന്തായാലും കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചു വെച്ചേക്ക്. അവസാന നിമിഷം പോയി ചോദിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല കേട്ടോ. നീ പറഞ്ഞത് ശരിയാ. എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കൂടി അന്വേഷിച്ചു നോക്കാം. മാഡം, മാഗസിൻസ് എടുക്കും മാഡം. ഇവിടെ വന്നേ മോനെ. സർ, ഈ വെയിലത്ത് വെറും കാലിലാണ് നടക്കുന്നത്, ചെരുപ്പിട്ട് നടന്നൂടെ? നിങ്ങൾ ചോദിച്ചു കേട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി സാർ. താങ്ക്സ് സാർ. പക്ഷെ അത് കുഴപ്പമില്ല. നോക്ക് രമണ, നല്ല പഠിച്ച പയ്യനെ പോലെയുണ്ട്, പക്ഷെ ഒരു ചെരുപ്പ് പോലും ഇല്ല. കുറച്ച് നാളായിട്ടുള്ളൂ ഇവനെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. മാഗസിൻ വിൽക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പോയിലൊക്കെ വരാറുണ്ട്. വളരെ നല്ല പയ്യനാ. ആണോ? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. നിനക്ക് നിന്റെ ജോലി വിട്ട് വേറൊന്നും നോക്കാനുള്ള സമയമില്ലല്ലോ. നിനക്ക് നിന്റെ കുടുംബം തന്നെയാണല്ലോ വലുത്. ജോലി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ വീട്ടിലെത്തും. അപ്പൊ പിന്നെ നീ ഇത് എവിടുന്ന് കാണാനാ? അതും സത്യമാണ് രമണ. ഇവൻ ഈ അടുത്ത കാലത്ത് വന്നതാ മഞ്ജിച്ചേട്ടാ. ഡിപ്പോയിൽ ആരെന്ത് ജോലി പറഞ്ഞാലും വളരെ ശ്രദ്ധയോടെ ചെയ്യും. ചിലപ്പോഴൊക്കെ അവൻ കാശ് പോലും വാങ്ങാറില്ല. ഒരു പാവാണല്ലേ? അവൻ എത്ര പാവപ്പെട്ടവനാണെന്നുള്ളതിന് തെളിവാ. ഈ കാലത്ത് പോലും ഒരു ചെറിയ മൊബൈൽ പോലും അവന്റെ കയ്യിൽ ഇല്ല എന്നുള്ളത്. ആർക്കും ഈ അവസ്ഥ ഒരിക്കലും വരുത്തരുത് മച്ചേട്ടാ.
ഇതെന്ത് നോൺസെൻസാ ശാരിക? നമ്മുടെ കമ്പനി പോളിസി ക്ലയന്റിനെ കാണിച്ച് അവർ ഡീൽ ഉറപ്പിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? വേദാന്ത് ആക്ച്വലി ഞാൻ സാഹിത്യയോട് പറഞ്ഞതായിരുന്നു. ഷട്ട് അപ്പ് ശാരിക. നീ പറഞ്ഞു എന്ന് വെച്ചാ എന്താ അർത്ഥം? നിന്റെ ജോലി കഴിഞ്ഞു എന്നാണോ? ഫോളോ അപ്പ് ചെയ്യണമായിരുന്നു. നീ ചെയ്തോ? പ്രസന്റേഷൻ ചെക്ക് ചെയ്തോ? അത് അവള് രാവിലെ വരുമ്പോ ഞാൻ... എന്താ രാവിലെ വരുമ്പോ? ചെക്ക് ചെയ്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ചയക്കണമായിരുന്നു. രാവിലെ വന്ന് നോക്കിയാ അത് ചേഞ്ച് ചെയ്യാൻ ടൈം ഉണ്ടാവോ? നിന്റെ അശ്രദ്ധ കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇല്ല വേദാന്ത്, ഐ എം സോറി. നീ കാരണം ഇപ്പൊ എനിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകാനാ പോകുന്നേ ശാരിക. ഇത്ര റെസ്പോൺസിബിൾ ആയ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് സോറി പറയാൻ നിനക്ക് നാണമില്ലേ? സാഹിത്യം എവിടെ? അത് അവൾ ഇതുവരെ വന്നിട്ടില്ല. വന്നില്ല എന്ന് എനിക്കും അറിയുന്ന കാര്യമാ, അതുകൊണ്ടാ ചോദിച്ചത്. അവൾ എവിടെ ഉണ്ടെന്ന് പോലും നിന്നെ ഇൻഫോം ചെയ്തിട്ടില്ലെങ്കിൽ അവൾ എന്ത് അസിസ്റ്റന്റാ നിന്റെ? ഇൻഫോം ചെയ്തിരുന്നോ അവള്? നീ ഫോളോ അപ്പും ചെയ്തില്ല, അവളെ ഇൻഫോമും ചെയ്തില്ല അല്ലേ? എന്നിട്ടത് നീ എന്നോട് പറഞ്ഞോ? ഷോരിക, കം ഓൺ, സ്പീക്ക് അപ്പ്. സംസാരിക്കാൻ. ആക്ച്വലി അതെന്താ പറ്റിയെന്ന് നിന്റെ വെച്ചാൽ... എക്സ്ക്യൂസസ് എനിക്ക് കേൾക്കണ്ട. നീ എന്ത് ചെയ്തു എന്നതല്ല കാര്യം. നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കാരണം തല കൊമ്പിട്ട് നിൽക്കുന്നൊക്കെ ഞങ്ങളാ. എത്ര ലോസായി എന്നറിയോ നിനക്ക്? കമേൻ. അമൂല്യ, വേദാന്തിനെ പിന്നെ കാണാം. ഞങ്ങൾ കുറച്ച് ബിസിയാണ്. വി ആർ ട്രൈങ് ടു ഫിഗർ സംതിങ് ഔട്ട്. ഞാനും അതിനെപ്പറ്റി സംസാരിക്കാനാ വന്നത്. അത് ബോസ്, ഞാൻ സാഹിത്യം വിളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സുമേഷിന്റെ അടുത്തുനിന്ന് ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് പ്രസന്റേഷൻ റെഡിയാക്കിയിട്ടുണ്ട്. വാട്ട്? നീ പ്രസന്റേഷന് റെഡിയായോ? ബട്ട് അമൂല്യ, അത് HR-ന്റെ പ്രസന്റേഷൻ അല്ലേ? അഡ്മിനും HR-ന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എനിക്കും ഒരു ചാൻസ് ഇതാ, എനിക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ബോസിനെ ഇംപ്രസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമമല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതും അതുപോലൊരു ശ്രമമല്ലേ? എന്നാലും നീ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ശരി. ഇത് കൊള്ളാലോ. ഞാൻ ഇത്രയൊക്കെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടും നീ ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കണം എന്താ? വിക്കി, എല്ലാം നന്നായിട്ട് പോണൂന്ന് കരുതി സന്തോഷമായിട്ട് ഇരിക്കായിരുന്നു ഞാൻ. അമ്മുന്റെയും വേദാന്ത ചേട്ടന്റെയും കാര്യം നമ്മളെ പോലെ അല്ലല്ലോ എന്നുള്ള വിഷമാണ് എനിക്ക്. അമ്മു ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ സന്തോഷമായിട്ട് വിവാഹം കഴിക്കുക? അത് മാത്രമല്ല, വേദാന്ത ചേട്ടൻ സാഹിത്യയെ കല്യാണം കഴിക്കുന്ന എല്ലാവരും നോക്കിയിരിക്കേണ്ടി വരും വിക്കി. ഇതെല്ലാം കൂടി ആലോചിച്ച് എന്റെ തലയ്ക്ക് മൊത്തം പെരുപ്പായിട്ടിരിക്കാം. ഓഹോ, അപ്പൊ ഇതാണല്ലേ സൗണ്ട് ഇങ്ങനെ വാടിയിരിക്കുന്നത്? അതെ, ഇത് തന്നെയാ റീസൺ. പാവം ഇത്രയും വർഷമായിട്ടും അവൾക്ക് വേണ്ടി അവൾ ഒന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല. വെയിറ്റ്, നീ നേരെ ക്ലൈമാക്സിലോട്ടാ പോയെ. പടം ഇനിയും ബാക്കിയുണ്ട്. എന്നുവെച്ചാ? ഇങ്ങോട്ട് നോക്കണ്ട ആരതി കൊച്ചേ. ഈ റൗഡി കൊച്ചേ നിന്നെ പോലെയല്ല, അവള് കുറച്ച് കൂടിയ അഹങ്കാരിയാ. ഈ ഗട്സും ധൈര്യമൊക്കെ അവൾക്ക് കുറച്ച് കൂടുതലാ. ഈ ചവറ് സീരിയലൊക്കെ നമ്മൾ കാണാറില്ലേ? 3 നേരം കരഞ്ഞോണ്ട് കണ്ണും കലങ്ങിയിരുന്നിട്ട് മൂക്കും പിഴിഞ്ഞിരിക്കുന്ന ഓരോ ഹീറോയിൻസിനെ, ആ കാറ്റഗറിയിലേക്ക് എങ്ങനെ വെച്ചാലും ഇരിക്കാത്തവൾ അവള്. അതെ, അവൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ അവൾക്കൊരു മനസ്സുണ്ടാവില്ലേ വിക്കി? ആ മനസ്സ് വേദനിക്കും, വിഷമിക്കും, കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യില്ലേ? നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടൈപ്പൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവൾ ഇതിന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചോളും. ഡോണ്ട് വറി. ഇറ്റ്സ് എ പ്ലഷർ മീറ്റിംഗ് വിത്ത് യു. നിങ്ങളെ റെസ്പോൺസ് പെട്ടെന്ന് അറിയിക്കണം. യെസ് മിസ്റ്റർ വേദാന്ത്, ഇതിൽ പെട്ടെന്ന് അറിയിക്കാനൊന്നുമില്ല, ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. നിങ്ങളുടെ എല്ലാ എക്സ്പെർട്സും ഞങ്ങൾക്ക് ഇഷ്ടമായി. എസ്പെഷ്യലി ഈ കുട്ടി കാണിച്ച പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ട്.
നിങ്ങളുടെ കമ്പനി പോളിസി മുഴുവൻ തന്നെ എംപ്ലോയീസിന് അനുകൂലമായതാണ്. ഇനി എന്താ ആലോചിക്കാതിരിക്കുന്നത്? ഞങ്ങളും നിങ്ങളുടെ ആദ്യ ഓർഗാനിസം തമ്മിലുള്ള ഡീൽ പക്കയാണെന്ന് കരുതിക്കോളും. താങ്ക് യു ദൈവമേ. പെൺകുട്ടികളാണ് സ്ട്രോങ് സ്വാമി. താങ്ക് യു വൺസ് അഗൈൻ. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഡേ. ഇറ്റ്സ് മൈ പ്ലഷർ സർ. സീ യു സൂൺ. ഗുഡ് ജോബ് അമൂല്യ. നിന്റെ ജോലി അല്ലാഞ്ഞിട്ട് പോലും നീ അത് നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്തു. വെൽ ഡൺ. ഹായ് ഗായ്സ്, ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ഇന്ന് വേദാന്ത് വെഞ്ചേഴ്സിനും ആദ്യ ഓർഗാനിക്സിനും ഒരു നല്ല ഡീൽ ഓക്കെ ആയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ കമ്പനിക്ക് നല്ല ലാഭമായിരിക്കും കിട്ടുക. അതിനെല്ലാത്തിനും മുഖ്യ കാരണം ആരാന്നറിയോ? ഈ അമൂല്യ. അവളുടെ പ്രസന്റേഷൻ സ്റ്റൈലിൽ അവർ ഓക്കെ ആയത്. ഒരു സിംഗിൾ പ്രസന്റേഷൻ ആയിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നേ ഇല്ല. അഡ്മിന്റെ ജോലി കൂടാതെ HR-ന്റെ ജോലി കൂടെ ഏറ്റെടുത്ത് അവൾ ഈ പ്രസന്റേഷൻ ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയാം. അമൂല്യ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. സോ എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡ് ഈ മാസം അമൂല്യക്ക് കിട്ടുന്നു. കൺഗ്രാറ്റുലേഷൻസ് അമൂല്യ. അമൂല്യ, നീ പ്രസന്റേഷന് റെഡിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ വിശ്വസിച്ചില്ല. നീ തകർത്തല്ലോ മോളെ. താങ്ക്സ് ചേട്ടാ. റൗഡി കൊച്ചേ, നിങ്ങൾ വേറെ ലെവലാ, വേറെ ലീഗാ. നീ പക്ക മാസാണെന്നും ക്ലാസ് ആണെന്നും ഇപ്പൊ തന്നെ പ്രൂവ് ചെയ്തു. അടിപൊളി. ഐ ആം സോ ഹാപ്പി ഫോർ യു. താങ്ക് യു വിക്കി ചേട്ടാ. ഗ്രേറ്റ് ജോബ് അമൂല്യ. വെൽ ഡൺ. കീപ് ഇറ്റ് അപ്പ്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി വേദാന്ത്. ഒരുപാട് താങ്ക്സ്. വേദാന്ത്, നിന്റെ പ്രസന്റേഷന് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ഇപ്പൊ എന്തിനാ എഴുന്നള്ളിയേ? എന്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു വേദാന്ത്, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഐ എം സോറി. ഓ, ഐ എം സോറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആയിട്ട് വരുന്നു. പക്ഷെ ഞാൻ കാരണം ഇവിടെ കുറെ പ്രോബ്ലംസ് ആയിട്ടുണ്ടാവും അല്ലേ? ഐ എം റിയലി സോറി. ഡോണ്ട് വറി, ഇവിടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യെങ്കിൽ നിനക്കൊന്ന് ലീവ് വിളിച്ച് പറയായിരുന്നില്ലേ? വാ, എനിക്ക് സംസാരിക്കുന്നുണ്ട്. അമൂല്യ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തല്ലോ അല്ലേ? നിന്റെ ശത്രുവായിട്ടുള്ള ആ സാഹിത്യം ഉണ്ടല്ലോ, അവൾ ഓഫീസിൽ വരാതിരുന്നാ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കൂ. രാവിലെ മുത്തശ്ശി ഫോൺ ചെയ്തതിന് ശേഷം അത് തന്നെ ചെയ്തേ. ആണോ? വിചാരിച്ച പോലെ തന്നെ നടന്നോ? സത്യമായിട്ട് നടന്നു മുത്തശ്ശി. ഞാനൊരു പ്ലാൻ പറഞ്ഞു തരാം, ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും.